नमस्ते। आज की कक्षा में सबको स्वागत। पिछली कक्षा में रेखा चित्र का कुछ भाग भी पढ़ा। इसमें रजिया का कहना यह है कि अब गांव के लोग अपने अपने दर्ब के लोगों के हाथ से सामान या चूड़ियाँ गिरते हैं, और लेकिन लेगा के गांव में ऐसा नहीं है। लेगा की पत्नी रानी भी रजिया के हाथ से चूड़ियाँ लेती है। यहाँ हसन बताते हैं ये रजिया बाल बच्चों वाली होने के बावजूद भी उसका बचपना की कमी नहीं है। वह हमेशा बचपना करती है। अपने हाथ से रानी को पहनाने के लिए कुछ चूड़ियाँ लेगा को देती है, और रजिया के पीछे अब भी हसन है। अगले दिन या कुछ दिन के बाद यहाँ हमारा लेगा नैदा बन गया। वह नैदा बनकर रजिया के गांव में आता है। उस समय उसके बीच कुछ प्रशंसक नवयुवक थे और कुछ बुजुर्ग लोग भी थे। उनके भाषण वहाँ गांव में भाषण देते समय रजिया की तरह की एक बालिका आकर लेगा से बोली, चलिए मालिक मेरे घर पर चलिए। उस समय मैं परेशान था, और उस समय वहाँ गड़े हुए लोगों ने मुस्कुराया और कुछ फुसफुसा करते रही। यहाँ ये लड़की, ये छोटी बच्ची देखने में रजिया के समान है। उसी तरह की वेशभूषा है। बीच में 40-45 साल का व्यवधान है। कानों में वही बालियाँ, गोरे चेहरे में नीली आंखें, वह बरबाह कमीज और कुछ बाल की लटें, ये भी एक समान है। उस समय लेगा ये बच्ची के साथ जाने के लिए तैयार होती है, क्योंकि इस भाषण देते समय यहाँ बड़ी भीड़ था। ये ऐसी भीड़ में बहुत धैर्य से वह मेरे पास पहुंचती है और मुझे सलाम करती है और मेरा हाथ पकड़कर कहती है, मालिक मेरे घर चलिए। അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തത്. നെക്സ്റ്റ് ലാസ്റ്റ് ഭാഗമായി मैं भौं चक्का, कुछ सूझ नहीं रहा, कुछ समझ में नहीं आ रहा. ബൗഞ്ചക്ക എന്ന് പറഞ്ഞാൽ അമ്പരന്ന് പോവുക. मैं ബൗഞ്ചക്ക, कुछ सूझ नहीं रहा, कुछ समझ में नहीं आ रहा. ഒന്നും ഒരു ഉപായം തോന്നുന്നില്ല. കുച്ച് സൂച്ച് എന്ന് പറഞ്ഞാൽ ഉപായം, ഒരു മാർഗവും കാണുന്നില്ല. കുച്ച് സമജ് മേ നഹി ആ രഹ, ഒന്നും മനസ്സിലാവുന്നില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നറിയാതെ. അതേ രജയെ പോലെയുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അയാൾ ശരിക്കും അമ്പരന്ന് പോയി, കൈ പിടിച്ചുകൊണ്ട് പോവാന്ന് പറയണ കേട്ടപ്പോൾ ശരിക്കും അമ്പരന്ന് പോയെന്ന് പറയുന്നത്. ലോക മുസ്കുരാ രഹേ ഹേ, ഇത് കണ്ട് ആളുകൾ ചിരിക്കുന്നുണ്ട്. നേതാജി ആജ് ആപ്കി കലയി കുൽക്കർ രഹി. അപ്പോൾ ആളുകൾ ചിരിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്, അവിടെ പല കാര്യം ചെയ്യുന്ന കാരണം ഇയാൾ നേതാവാണ്. അപ്പോൾ അവർ മനസ്സിൽ പറയുന്നുണ്ട്, നേതാജി ആ ചാപ്കി കലയി കുൽക്കർ രഹി എന്ന് പറഞ്ഞാൽ കള്ളം പുറത്താവുക. ഒരു ചെറിയ കുട്ടി ഒന്ന് കൈ പിടിച്ചു. ആ സമയത്ത് അവർ പലതും ചിന്തിക്കുകയാണ്. ഇപ്പോൾ നേതാവാണ്, വലിയ നേതാവാണ്, ഇന്ന് നിങ്ങളുടെ കള്ളങ്ങളൊക്കെ പുറത്താവും എന്നുള്ളതിലാണ് ആളുകൾ നിൽക്കുന്നത്. യേ സ്വപ്ന ഹേ കി കാനോ മേ സുനായി പടാ ഏക് കഹ് രഹാ ഹേ കൈസി ഷോക്ക് ഹേ ലഡ്കി. ഷോക്ക് എന്ന് പറഞ്ഞാൽ മിടുക്കി. ये सपना है कि कानों में सुनाई पड़ा, एक कह रहा है कैसी शौक है लड़की. അപ്പോൾ ഒരാൾ പറയണ സ്വപ്നമാണോ എന്നറിയില്ല. അപ്പോൾ അയാളുടെ ചെവിയിൽ, ലേഖൻ്റെ ചെവിയിൽ ഇങ്ങനെ കേൾക്കുകയാണ്. എന്താണ്, ഒരാൾ പറയുന്നുണ്ട് എന്തും മിടുക്കി പെൺകുട്ടിയാന്ന് പറയുന്നുണ്ട്.
और दूसरे बोलता है कि टिक अपनी दादी जैसी. വേറൊരാൾ അവിടെ പറയുന്നുണ്ട് ടീക്ക് അപ്പനി ദാദി ജയ്സി ഹേ വഹ് ലടുക്കി. ശരിക്കും പറയുകയാണെങ്കിൽ മുത്തശ്ശിയെ പോലെ തന്നെയാണ് കുട്ടി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരാൾ പറയുന്നുണ്ട്. और तीसरे ने मेरे होश की दवा दी यह रजिया की पोती है बाबू. അപ്പം മൂന്നാമത്തെ ആൾ ശരിക്കും അയാൾ ചിന്തിച്ചു. ശരിക്കും അയാൾക്ക് ബോധം ഉണ്ടാക്കി കൊടുത്തത്, അതിനുള്ള മരുന്ന് കൊടുത്തത് മൂന്നാമത്തെ ആളാണ്. അയാൾ പറയാണ് യഹ് രജിയാക്കി പോത്തി ഹേ ബാബു. മൂന്നാമത്തെ ആൾ സത്യം പറഞ്ഞു, ഇത് രജിയയുടെ പേരക്കുട്ടിയാണ്. പോത്തി എന്ന് പറഞ്ഞാൽ പേരക്കുട്ടി, ഗ്രാൻഡ് ഡോട്ടർ. അപ്പോൾ അവിടെ പേരക്കുട്ടിയാണെന്ന് പറയണേ. ബേച്ചാരി ബീമാർ പടിഹേ. രജിയാണെങ്കിൽ അസുഖമായിട്ട് കിടക്കുകയാണ്. ആപ്കി പ്രായമായി, അതിൻ്റേതായിട്ടുള്ള അസുഖങ്ങളുണ്ട്. ആപ്കി ചർച്ച അക്സർ കിയാ കർത്തി ഹേ. അപ്പോൾ അയാൾ പറയണ പാവ അവിടെ വയ്യാതെ കിടക്കുകയാണ്, ഇത് രജിയയുടെ പേരക്കുട്ടിയാണ്, നിങ്ങളെക്കുറിച്ച് മിക്കവാറും സംസാരിക്കാറുണ്ടായിരുന്നു, ചർച്ച ചെയ്യാറുണ്ട്, നിങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നത്. ബഡി താരിഫ് കർത്തി ഹേ. ഒരുപാട് പ്രശംസിക്കാറുണ്ട് നിങ്ങളെന്ന് പറഞ്ഞു. ബഡി താരിഫ് കർത്തി, താരിഫ് കർണ എന്നാണ് പ്രശംസിക്കുക. ബാബു ഫുർസത്ത് ഹോ തോ ജരാ ദേഖ് ലീജിയേ ന ജാനെ ബേച്ചാരി ജീത്തി ഹേയാ. അപ്പോൾ അയാൾ പറയാണ് ഫുർസത്ത് ഹോ തോ, സമയം കിട്ടുകയാണെങ്കിൽ ജരാ ദേഖ് ലീജിയേ, ഒന്ന് പോയി കണ്ടോളാൻ പറയണേ. ന ജാനെ ബേച്ചാരി ജീത്തി ഹേയാ. പറയാൻ പറ്റില്ല അത് ജീവിക്കോ മരിക്കോ എന്നൊന്നും പറയാൻ പറ്റില്ല. സുഖമില്ലാതിരിക്കുകയാണ്, പ്രായമായി, അസുഖമാണ്. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അതുകൊണ്ട് സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് പോയി കണ്ടോളാൻ പറയണം. മേ രജിയാക്കി ആങ്കൻ മേ ഗഡാഹൂം. അങ്ങനെ ഞാൻ രജിയുടെ വീടിൻ്റെ മുന്നിൽ മുറ്റത്ത് പോയി നിൽക്കുകയാണ്. ആങ്കൻ, മുറ്റം. യേ ചോട്ടെ ചോട്ടെ സാഫ് സുഥരെ ഘർ യഹ് ലിപാ പുത്ത ചിക്കൻ ദർ ഡുർ ഡുർ ആങ്കൻ. എന്താ പറയുന്നത്? ചോട്ടെ ചോട്ടെ, വളരെ ചെറിയ, സാഫ് സുഥരെ ഘർ. സാഫ് സുഥര എന്ന് പറഞ്ഞാൽ വൃത്തിയും വെടിപ്പുള്ള. യഹ് ലിപാ പുത്ത ചിക്കൻ ദുർ ഡുർ ആങ്കൻ. അതായത് ലിപാ പുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് ചാണകമൊക്കെ മെഴുകിയ വൃത്തിയായിട്ടുള്ള, ചിക്കൻ ദുർ ഡുർ ആങ്കൻ നല്ല തിളങ്ങുന്ന മുറ്റാണ്. അത് നല്ല വൃത്തിയുള്ള മുറ്റം, അതായത് ചാണകമൊക്കെ മെഴുകിയിട്ട് നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു മുറ്റം. ബരി പൂരി ഗൃഹസ്ഥി മെഹനത്ത് ഔർ ദയാനത്ത് കി ബേൻ. നല്ല നിറഞ്ഞ കുടുംബം, നിറ കുടുംബം എന്ന് പറയുന്നത് പോലെ. ബരി പൂരി ഗൃഹസ്ഥി, നല്ല നിറ കുടുംബമാണ്. മെഹനത്ത് ഔർ ദയാനത്ത് കി ബേൻ, കഠിനാധ്വാനത്തിൻ്റെ അതുപോലെ നല്ല ദയയുടെ ഇതൊക്കെ ആയിട്ടുള്ള ഒരു അവസ്ഥ. നല്ലൊരു കുടുംബം, മറ്റുള്ളവരോട് ദയ കാണിക്കുന്നാൽ നല്ലൊരു കുടുംബം, അധ്വാനത്തിൻ്റേതായിട്ടുള്ളൊരു കുടുംബം. ഹസൻ ചൽ ബസാഹേ. രജിയ का पति ഹസൻ ചൽ ബസാഹേ, उसका मृत्यु हो गई. ഇപ്പോൾ ഹസൻ മരിച്ചു പോയി എന്ന് പറയുന്നത്. കിന്തു അപ്പനെ പീച്ചെ 3 ഹസൻ ചോട് ഗയാ ഹേ. പക്ഷേ രജിയയ്ക്ക് ഹസനെ പോലെ 3 ഹസന്മാരെ കൊടുത്തിട്ടാണ് ഹസൻ പോയതെന്നാണ് പറയുന്നത്. അതായത് രജിയയ്ക്കും ഹസനും 3 ആൺമക്കളാണുള്ളത്. അപ്പനെ പീച്ചെ 3 ഹസൻ ചോട് ഗയാ ഹേ. 3 ആൺമക്കളെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബഡാ ബേട്ട കൽക്കത്ത കമാത്താ ഹേ. മൂത്ത മകൻ കൽക്കത്തയിലാണ് ജോലി ചെയ്ത് സമ്പാദിക്കുന്നു. മഞ്ചല പുഷ്തൈനി പേശേ മേ ലഗാ ഹേ ചോട്ടാ ഷഹർ മേ പഠ് രഹാ ഹേ. മഞ്ചല എന്ന് പറഞ്ഞാൽ ഇടയ്ക്കുള്ള ആൾ, നടുവിലത്തെ ആൾ. അപ്പം മൂത്ത മകൻ എന്താ ചെയ്യുന്നത്? ബഡാ ബേട്ട കൽക്കത്ത മേ കാം കർത്താ ഹേ ഔർ കമാത്താ ഹേ ഔർ മഞ്ചല സ്കേ അതിന് താഴെയുള്ള, അതായത് ഇടയിലുള്ള, ബീച്ച് മേ. മഞ്ചല പുഷ്തൈനി പേശ്. പേശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ, പുസ്തൈനി എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ടുള്ള തൊഴിൽ. എന്താണ് പരമ്പരാഗതമായിട്ടുള്ള തൊഴിൽ? എന്താണ് അവരുടെ? ചൂടിഹാരനാണ്. ചൂടിയാൻ പാനാനെയൊക്കെ കാങ്കർത്തി എന്നാണ് പറഞ്ഞത്. അപ്പോൾ പരമ്പരാഗതമായ തൊഴിൽ അതാണ് ഇടയിലുള്ള അല്ലെങ്കിൽ രണ്ടാമത്തവൻ ചെയ്യുന്നത്. പുസ്തൈനി പേശെ മേ ലഗാ ഹേ ചോട്ടാ ഷഹർ മേ പഠ് രഹാ ഹേ. മൂന്നാമത്തെ മകൻ, അതായത് ഇളയ മകൻ പട്ടണത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹസൻ മരിച്ചു, 3 ആൺമക്കളാണുള്ളത്. മൂത്ത മകൻ കൽക്കത്തയിലാണ് ജോലി ചെയ്യുന്നു, അവിടെ സമ്പാദിക്കുന്നു. രണ്ടാമത്തെ മോൻ പാരമ്പര്യ തൊഴിലായ ചൂടിയാൻ പഹനാനേക്ക കാം കർ രഹാ ഹേ. അതായത് വള വിൽക്കുന്ന ജോലി അല്ലെങ്കിൽ വള ധരിപ്പിക്കുന്ന, അണിയിക്കുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
छोटा छोटा बेटा शहर में पढ़ रहा है, പട്ടണത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. यह बच्ची बड़े बेटे की बेटी, बड़े बेटे की बेटी. तो ये रजिया की तरह का एक छोटी बेटी है, एक छोटी लड़की है, वह बड़े बेटे की बेटी है. മൂത്ത മകൻ്റെ മോളാണ് റസിയയെ പോലെ നമ്മൾ കണ്ട ആ ചെറിയ കുട്ടി. കൽക്കത്തയിൽ ജോലി ചെയ്യുന്ന മൂത്ത മകൻ്റെ മകളാണ് റസിയയെ പോലെ തോന്നുന്ന ആ ചെറിയ കുട്ടി. ദാദാ കാ സിർ പോത്തേമേ, ദാദി കാ ചെഹര പോത്തിമേ. ദാദാ കാ സിർ അതായത് മുത്തശ്ശൻ്റെ തല ആൺകുട്ടിയിലും, ദാദി കാ ചെഹര പോത്തിമേ മുത്തശ്ശിയുടെ മുഖമാണ് മോച്ചായാണെങ്കിൽ ഈ പേരക്കുട്ടി മോൾക്കാണ് കിട്ടിയിരിക്കുന്നത്. ഹുബഹു रजिया, दूसरी रजिया मेरी उंगली पकड़े आंगन से पुकार रही है, दादी ओ दादी घर से निकल मालिक दादा आ गए. ഹുബഹു എന്ന് പറഞ്ഞാൽ ശരിക്കും അതേപോലെയുള്ള ഒരുപോലെയുള്ള അനുരൂപ്, രജിയാക്ക് അനുരൂപ്, രജിയാക്ക് സമാൻ. ഹുബഹു എന്ന് പറഞ്ഞാൽ ഒരുപോലെയുള്ള അല്ലെങ്കിൽ അനുരൂപമായിട്ടുള്ള. ദൂസരി രജിയ മേരി ഊങ്കലി പക്കടെ ആങ്കൻ മേ പുക്കാർ രഹി ഹേ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചെറിയ കുട്ടിയായ രണ്ടാമത്തെ നമ്മുടെ റജിയ മേരി ഊങ്കലി പക്കടെ എൻ്റെ വിരൽ പിടിച്ചിട്ട് ആങ്കൻ സേ പുക്കാർ രഹി ഹേ മുറ്റത്ത് നിന്നിട്ട് വിളിച്ചു പറയണം. ആങ്കൻ സേ പുക്കാർ രഹി ഹേ എന്താ വിളിച്ചു പറയുന്നത്? ദാദിയോ ദാദി ഗർസെ നിക്കൽ മാലിക് ദാദാകേ. മുത്തശ്ശി വീട്ടിൽ നിന്ന് ഇറങ്ങ്, പുറത്തേക്ക് ഇറങ്ങ്, മാലിക് ദാദാകേ. ഇതേ മാലിക് മുത്തശ്ശൻ വന്നിട്ടുണ്ട്, പുറത്തേക്ക് വായോ എന്ന് പറയണം. ഹിന്ദു പഹലി റസിയ നിക്കൽ നഹി രഹി. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞ ആദ്യത്തെ റസിയയ്ക്ക് വരാൻ പറ്റുന്ന അവസ്ഥയല്ല, പ്രായമായി, സഹായം വേണം. അതുകൊണ്ട് പഹലി റജിയ നിക്കൽ നഹി രഹി പുറത്തേക്ക് വരാനായിട്ട് പറ്റുന്നില്ല. കൈസേ നിക്കലെ എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങുക? ബീമാരിക്ക് മൈലെ കുച്ചയിലെ കപ്പടോമേ മേരെ സാമനെ കൈസേ ആയേ. രോഗത്തിൻ്റേതായിട്ടുള്ള ചെളി പിടിച്ച വസ്ത്രങ്ങളിൽ എങ്ങനെയാണ് മേരെ സാമനെ കൈസേ ആയ, കൈസെ മേരെ സാമനെ ആയി എൻ്റെ മുന്നിൽ എങ്ങനെ വരാനാണ്? ഇപ്പോൾ പ്രായമായി, അതുപോലെ തന്നെ മൈലി കുച്ചിലെ കപ്പടോമയും അതായത് ചെളി പിടിച്ച വൃത്തികേടായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മേരെ പാസ് മേരെ സാമനെ കൈസെ ആയേ എൻ്റെ മുന്നിൽ എങ്ങനെ വരും? रजिया अपनी पोती को तो बेच दिया, किंतु उसे विश्वास न हुआ कि हवा गाड़ी पर आने वाले नेता अब उसके घर तक आने की तकलीफ कर सकेगा. रजिया ने अपनी पोती को तो बेच दिया. रजिയ അവളുടെ പേരക്കുട്ടീനെ പറഞ്ഞയക്കുകയാണ് ഇവിടെ പ്രസംഗിക്കുന്ന സ്ഥലത്തേക്ക്. അവിടെ നമ്മുടെ രജിയെ പോലെ തോന്നുന്ന ഈ ചെറിയ കുട്ടിയെ രജിയെ പറഞ്ഞയക്കുകയാണ്. കിന്തു ഉസേ വിശ്വാസ് ന ഹുവാക്കി, പക്ഷേ അവൾക്ക് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഹവാ ഗാഡി पर आने वाला നേതാ, ഹവാ ഗാഡി എന്ന് പറഞ്ഞാൽ എയറോപ്ലെയിൻ, നേതാവാണ്, വലിയ നേതാവാണ്, എയറോപ്ലെയിനിലൊക്കെ സഞ്ചരിക്കുന്നത്. ഹവാ ഗാഡി पर आने वाला നേതാ, അതായത് എയറോപ്ലെയിനിലൊക്കെ വിമാനത്തിൽ കയറി വരുന്ന നമ്മുടെ നേതാവ് അബൂസ് ഗർ തക് ആനേക്ക്, ഇപ്പോൾ റജിയുടെ വീട് വരെ വരാനായിട്ട് ഉസ്കാ തക്ലീഫ് കർ സക്കേഗെ, അതിന് ബുദ്ധിമുട്ടുമോ എന്നുള്ള വിശ്വാസം, അതായത് വരുമോ എന്നുള്ള വിശ്വാസം രജിയയ്ക്ക് ഉണ്ടായിരുന്നില്ല. കാരണം വലിയ നേതാവായി ഈ ഗ്രാമത്തിലേക്ക് അല്ലെങ്കിൽ ചെറിയൊരു വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വരുമോ ഇല്ലയോ എന്ന് അറിയില്ലായിരുന്നു, വിശ്വാസം ഉണ്ടായിരുന്നില്ല. और जब सुना मैं आ रहा हूँ तो बहुओं से कहा जरा मेरे कपड़े तो बदलावो दो. എന്താ പറയുന്നത്? ജബ് സുനാ മേ ആ രഹാ ഹൂം, ഇപ്പോൾ വിളിക്കണ കേട്ടു, മുത്തച്ഛയും വിളിച്ചു, ദാദി ഏർസെ നിൽക്കലെന്ന് വിളിച്ച് അത് കേട്ട സമയത്ത് തന്നെ മേ ആ രഹാ ഹൂം, ഞാൻ അതേ വരുന്നു എന്നവിടുന്ന് നമ്മുടെ ആര് വിളിച്ച റജി വിളിച്ചു പറയാണ്. തോ ബഹു ഹംസേ കഹാ, എന്നിട്ട് ബഹു എന്ന് പറഞ്ഞാൽ മരുമക്കൾ, രണ്ട് മക്കളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. മൂത്ത മകൻ്റെ രണ്ടാമത്തെ മകൻ്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. ആ മരുമക്കൾ എന്ത് ചെയ്തു എന്ന് പറയുന്നത്, ജരാ മേരെ കപ്പടേ തോ ബദൽവാദോ, അപ്പോൾ മരുമക്കളോട് പറയണേ പെട്ടെന്ന് എൻ്റെ വസ്ത്രമൊക്കെ ഒന്ന് മാറ്റിത്തരാൻ പറയണേ. മാലിക് സേ കിത്തനെ ദിനോ പർ ബേണ്ട് ഹോ രഹി ഹേന, മാലിക്കിനെ ഞാൻ എത്രയോ നാളായിട്ടാണ് കണ്ടിട്ട്, കുറേ നാളുകളായി, നിങ്ങൾ വേഗം വന്ന് എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിത്തായോ, ഒന്ന് കാണട്ടെ എന്ന് പറയണം. ഇസ്കി ദോനോ പത്തോ ഹുവേ ഉസേ സഹാര ദേക്കർ ആങ്കൻ മേലെ ആയി. ഇപ്പോൾ ഈ രണ്ട് മരുമക്കളും കൂടിയിട്ട്, പത്തോ ഹുവേ എന്ന് പറഞ്ഞാൽ മരുമക്കൾ, ബഹു എന്ന് പറഞ്ഞാലും മരുമക്കൾ, പത്തോ ഹുവേ ഉസേ സഹാര ദേക്കർ ആങ്കൻ മേലെ ആയി, രണ്ടുപേരും താങ്ങി പിടിച്ച് നമ്മുടെ റജിയനെ മുറ്റത്തേക്ക് കൊണ്ടുവന്നു.
रजिया हाँ मेरे सामने रजिയ गिड़ी थी. ഇപ്പോൾ ലേഖനം നോക്കുമ്പോൾ ശരിക്കും നമ്മുടെ റജിയ അതായത് ഇയാളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ദുബലി പത്ലി രൂക്കി സൂഖി. ദുബലി പത്ലി അതായത് ക്ഷീണിച്ച്, പത്ലി എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ്, ദുബലി എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച്, വീക്ക്, വളരെ വീക്കായിട്ടുണ്ട്. പത്ലി എന്ന് പറഞ്ഞാൽ വളരെ മെലിഞ്ഞിട്ടുണ്ട്. രൂക്കി സൂഖി ആകെ ഉണങ്ങി മെലിഞ്ഞ് ഒരവസ്ഥയിലായിട്ടുണ്ട്. രൂക്കി സൂഖി എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ, അതായത് ഉണങ്ങി മെലിഞ്ഞ്, അതായത് അത്ര തടിയൊക്കെ കുറഞ്ഞ് വളരെ ക്ഷീണിച്ചു എന്ന് പറയുന്നത്. किंतु जब नज़दीक आकर उसने मालिक सलाम कहा, उसके चेहरे से एक क्षण के लिए झुर्रियाँ कहाँ चली गई जिन्होंने उसके चेहरे को मकड़ चाल बना रखा था. किंतु जब नज़दीक आकर उसने, नज़दीक എന്ന് പറഞ്ഞാൽ കെ പാസ്, അടുത്ത്. പക്ഷെ അവൾ അടുത്ത് വന്നിട്ട് നമ്മുടെ ലേഖകനോട് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? മാലിക് സലാം. പണ്ട് കാണുമ്പോൾ പറഞ്ഞതുപോലെ സലാം മാലിക് എന്ന് പറയണം. ഉസ്കെ ചെഹ്റെ സെ ആക്ഷൻ കേലിയേ, അവളുടെ മുഖത്ത് ഒരു നിമിഷ നേരത്തേക്ക്, ചെഹ്റെ സെ മുഖത്തൊന്ന്, ആക്ഷൻ കേലിയേ ഒരു നിമിഷ നേരത്തേക്ക്, ജുറിയാ കഹാൻ ചലിയുകയും, ജുറി എന്ന ചുളിവുകൾ, പ്രായമാകുമ്പോണ്ടാവുന്ന ആ ചുളിവുകൾ, ഇപ്പം മുഖത്തുണ്ടായിരുന്ന ചുളിവുകളൊക്കെ എവിടേക്കോ പോയി. ജിനോനെ ഉസ്കെ ചെഹ്റേക്കോ മക്കട് ചാൽ ബനാ രഖാത്ത, ആ ചുളിവുകൾ നമ്മുടെ റജിയുടെ മുഖത്താകെ മക്കട് ചാൽ, അതായത് എട്ടുകാലി വല കെട്ടുന്നത് പോലെ അങ്ങനെ ചുക്കി ചുളിഞ്ഞിരുന്നിരുന്ന മുഖമായിരുന്നു. ആ പെട്ടെന്ന് ലേഖനെ കണ്ടതും അവളുടെ മുഖത്ത് ചുളിവുകളൊക്കെ ഇല്ലാതെയായി. मैंने देखा उसका चेहरा अचानक बिजली के बल्ब की तरह चमक उड़ी वे नीली आंखें जो कोटरों में दम्स गई थी. എന്താ പറയുന്നത്? ഇപ്പം ഞാൻ നോക്കുമ്പോൾ ലേഖ പറയണേ, മേനെ ദേക്ക, ഞാൻ കണ്ട് എന്താ കണ്ടത്? ഉസ്കാ ചെഹര, രജിയക്ക ചെഹര, രജിയുടെ മുഖം, അചാനക് ബിജ്ലിക്ക് ബൾബ് കി തര ചമക്കുട, പെട്ടെന്ന് തന്നെ ലേഖനെ കണ്ടതും വൈദ്യുതി ബൾബിനെ പോലെ, സ്വിച്ചിട്ട കത്തുന്ന, അതായത് ആ പ്രകാശം, വൈദ്യുതി, ബിജ്ലിക്ക് ബൾബ് എന്ന് പറഞ്ഞാൽ വൈദ്യുതി ബൾബിൻ്റേത് പോലെ പെട്ടെന്നത് ചമക്കുട, തിളങ്ങി. അവളുടെ മുഖത്ത് നല്ല തെളിച്ചം, അല്ലെങ്കിൽ നല്ല തിളക്കുണ്ടായെന്ന് പറയുന്നത്, പ്രകാശം ഉണ്ടായെന്ന് പറയുന്നത്. ചമക്കുടി വേ നീലി ആങ്കേം, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നീല കണ്ണുകളായിരുന്നു എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ആ കണ്ണുകൾ ചമക്കുടി, അതിനും ഭയങ്കര തിളക്കുണ്ടായി. ഒരിക്കലും വിശ്വാസം ഉണ്ടായിരുന്നില്ല, കാരണം നേതാവായി മാറി വിമാനത്തിലൊക്കെയാണ് വന്നിറങ്ങുന്നത്. അങ്ങനെയുള്ള ഇയാൾ ഗ്രാമത്തിലേക്ക്, കൊച്ചു വീട്ടിലേക്ക് വരുമെന്ന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ കുട്ടിയെ പറഞ്ഞയച്ചപ്പോൾ തന്നെ അയാളോടേക്ക് വരികയാണ്. അപ്പോൾ കണ്ടതും, മുന്നിൽ കണ്ടതും ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു അമ്പരപ്പായിരുന്നു. അവളുടെ മുഖമാകെ തെളിഞ്ഞു, ബൾബിട്ടതുപോലെയുള്ള വെളിച്ചം അവളുടെ മുഖത്തുണ്ടായി, കണ്ണുകൾക്കും തിളക്കം വന്നു. ജോ കോട്രമേ ദംസ് ഗീതി, ശരിക്കും പറയുക കണ്ണൊക്കെ കുഴിയിൽ പോയിട്ടുണ്ടായിരുന്നതാണ്. കോട്രമേ ദംസ് ഗീ എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോയ പോലെ ഉണ്ടായിരുന്നു. അതായത് പ്രായാധിക്യത്തിൽ കണ്ണൊക്കെ കുഴിയിൽ പോകാമെന്ന് പറയില്ല, അതുപോലെ കണ്ണൊക്കെ കുഴിയിൽ പോയിട്ടുണ്ടായിരുന്നതാണ്. ആ കണ്ണുകൾക്കൊക്കെ തിളക്കമുണ്ടായി എന്നാണ് പറയുന്നത്. और अरे चमकुड़ी है आज वे फिर चांदी की बालियाँ और देखो अपने को पवित्र कर लो. उसके चेहरे पर फिर अचानक लटक कर चमक रही है वे लठें जिन्हें समय ने धो पोंछ कर शुभ्र श्वेत बना दिया है. അപ്പോൾ സന്തോഷത്തിന് അതിലുണ്ടായിരുന്നില്ല. और अरे चमकुड़ी है आज वे चांदी की बालियाँ, ഇനിയിപ്പോൾ രജയുടെ അന്നത്തെ രൂപത്തിലുണ്ടായിരുന്ന, ആ ശരീരത്തിലുണ്ടായിരുന്ന ആ വെള്ളിക്കമ്മലുകൾ, വേ ചാന്ദിക്ക് ബാലിയാർ ദേഖോ വഹ് ബി ചമക്കുടി ഹേ, അവളുടെ കാതിലുണ്ടായിരുന്ന ആ കമ്മൽ പോലും, വെള്ളിക്കമ്മലിന് പോലും തിളക്കമുണ്ടായി എന്നാണ് പറയുന്നത്. ദേഖോ അപ്നെ കോ പവിത്ര കർ ലോ ഉസ്കെ ചേരെ പർ ഫിർ അചാനക് ലടക് കർ ചമക് രഹി ഹേ വേ ലടേ, അതായത് അവളെ തന്നെ പവിത്രമാക്കുന്ന തരത്തിലുള്ള ആ വെള്ളി കമ്മലടക്കം തിളങ്ങി എന്ന് പറയുന്നത്. ഉസ്കെ ചേഹരെ पर അവളുടെ മുഖത്ത് ഫിർ അചാനക് ലടക്കർ ചമക് രഹി ഹേ വേ ലടേം, ബാൽക്കേലടേം, മുടിയുടെ ചുരുളുകൾ തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു, അതിന് പോലും തിളക്കമുണ്ടായെന്ന് പറയുന്നത്. ജിനേം സമയനെ ധോ പോഞ്ച് കർ ശുഭ്രശ്വേത് ബനാദിയാ ഹേ, അവളുടെ മുടിച്ചുരുളുകൾ അന്ന് കറുത്ത മുടിയായിരുന്നു, ഇന്നതെന്തായി മാറി ധോ പോഞ്ച് കർ, കഴുകിയിട്ടും ഒപ്പിയിട്ടൊക്കെ, ധോനാന്നാണ് കഴുകുക, പോഞ്ചിനാന്ന് പറയുമ്പോൾ കഴുകി ഒപ്പിയിട്ട് ശുഭ്രശ്വേത് ബനാദിയാ ഹേ, ശുഭ്രശ്വേത് എന്ന് പറഞ്ഞാൽ, ശ്വേത് എന്ന് പറഞ്ഞാൽ സഫേദ് വെള്ള, ശുഭ്രം എന്ന് പറഞ്ഞാൽ നല്ല പ്യുവറായിട്ടുള്ള. അപ്പോൾ അവളുടെ മുടി, അന്നത്തെ മുടി ചുരുളുകൾ ഇപ്പോഴും മുഖത്തേക്ക് കിടക്കുന്നുണ്ട്. ആ മുടി ചുരുളുകൾ പ്രായാധിക്യത്താൽ അതിൻ്റെ കറുപ്പ് നിറം മാറി അതിനെ കഴുകി വെളുപ്പിച്ചതുപോലെ വെള്ളമുടിയായിട്ട്, നല്ല വെള്ളമുടിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു.
जिन्हें സമയനെ സമയം കാലം കാലം അതിനെ വെളുപ്പിച്ചിരുന്നു, മുടി ആകെ നരച്ചു പോയിരുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ രചിയുടെ രേഖാചിത്രം. ഇവിടെ നമ്മൾ ലേഖകൻ്റെ ഓർമ്മകളിൽ നിന്നെടുത്ത് ആ വ്യക്തിയെക്കുറിച്ച്, അയാളുടെ സ്വഭാവത്തെക്കുറിച്ച്, ഓരോ സംഭവങ്ങളെക്കുറിച്ച് ഓർത്തെടുത്ത് സ്കെച്ച് രൂപത്തിൽ നമ്മുടെ ലേഖകൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് രചിയുടെ രേഖാചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇന്ന് നമ്മളെടുത്ത ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. ഇവിടെ ലേഖക रजिया के आंखन में उतरते ही किशोर रजिया की तरह बालिगा आंगन में देखने को मिला। वह रजिया की बड़े बेटे की पुत्री थी। रजिया की पति चल बसा था। उसके तीन बेटे को छोड़कर वह चल बसा था। पहले बेटा, वह बड़ा बेटा, वह कलकत्ता में काम करते हैं और पैसे कमाता है, और बीच में होने वाला लड़का बेटा मंचला ये परंपरागत पैसे में व्यस्त है, और सबसे छोटा लड़का वह शहर में पढ़ रहा है। दोनों बेटे का विवाह हो गया है। यहाँ रजिया की तरह की लड़की दादी अपने आंगन से दादी को पुकारती है। यहाँ मालिक दादा आ गए. मालिक दादा वनु എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആ സമയത്ത് उसके कपड़े बदलने के लिए रजिया कहते हैं. यहाँ रजिया की पोती है. यहाँ रजिया से मिलने के लिए लेकर उसके घर पर पहुंचा, और उसके प्रशंसक लोग भी उसे तारीफ़ करने के बारे में ये लोग कहते हैं. ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ दोनों पतों हुआ हमने, അല്ലെങ്കിൽ दोनों बहु हमने उसका कपड़ा बदलती है, और बुढ़िया रजिया को दोनों के सहायता से लेखक के सामने उपस्थित करती है. ഇപ്പോൾ രണ്ട് മരുമക്കളുടെ സഹായത്താൽ നമ്മുടെ രചിയേനെ ലേഖകൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താണ്. उस समय उसका चेहरा में झुर्रियाँ भर जाती थी, और उसकी नील आँखें चमक उठती ही लेखक को देखते समय, उसके पास आते समय मालिक सलाम करती है, और उसकी झुर्रियाँ कहाँ चली गई, और उसके चेहरा बिजली की बल्ब की तरह चमक उठता है. उसके वे नीली आंखें भी चमक उठती है, और यह आज से वे चांदी की बालियाँ भी चमक उठती है. उसके चेहरे पर बाल लटक रही है. यह बालों का रंग अब शुभ्र श्वेत बन गया है. നമ്മുടെ രേഖാചിത്ര രചനയുടെ മുമ്പ് തന്നെ നമുക്ക് പാട് സാർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സമ്മറി കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. രചിയ രാമവൃക്ഷ ബേണിപുരി കാ സംസ്മരൺ ഹെ. രാമവൃക്ഷ ബേണിപുരിയുടെ ഒരു ഓർമ്മകളാണ്, ഒരു ഓർമ്മക്കുറിപ്പാണ് രചിയ. അതായത് സംസ്മരൺ കാ ഏക് രൂപ ഹെ, അല്ലെങ്കിൽ രേഖാചിത്ര സംസ്മരൺ മേ ആതാ ഹെ. ഈ രേഖാചിത്രം എന്ന് പറയുന്നത് നമ്മൾ ഓർമ്മകളിൽ നിന്ന് എടുക്കുന്നതാണ്. जैसा कि होता है संस्मरण में स्मृति के आधार पर चरित्र को जीवंत किया गया है. അതായത് ഇവിടെ നമ്മൾ സംസ്മരണത്തിൽ ചെയ്യുന്നത്, ഓർമ്മക്കുറിപ്പുകൾ ചെയ്യുന്നത് സ്മൃതിക്ക് ആധാരം, നമ്മുടെ ഓർമ്മയുടെ അടിസ്ഥാനത്തിൽ ഈ കഥാപാത്രത്തിന് ജീവൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചരിത്രക്കോ ജീവൻ കിയാ ഗയാ ഹെ, ആ കഥാപാത്രത്തിന് ജീവൻ കൊടുക്കുക നമ്മൾ ഓർമ്മയിൽ നിന്ന് എടുത്തിട്ടാണ് ചെയ്യുന്നത്. चरित्र का चेहरा, स्वभाव तथा पूरा व्यक्तित्व इस प्रकार उभर कर आता है. അപ്പോൾ ഇതിൽ വരുന്ന കാര്യം ഇങ്ങനെയാണ്. രേഖാചിത്രം വരുന്നത് ആ ഒരു കഥാപാത്രത്തിൻ്റെ മുഖം, സ്വഭാവം, അതുപോലെ തന്നെ ആ വ്യക്തിയുടെ വ്യക്തിത്വം, ഈ കാര്യങ്ങളാണ് ഇതിൽ നിറഞ്ഞു നിൽക്കുന്നത്. വ്യക്തി ആംഖോं के समक्ष साक्षात उपस्थित दिखाई देता है. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തി, ഈ പറയുന്ന കഥാപാത്രം നമ്മുടെ കണ്ണുകൾക്ക് മുൻപിൽ
എന്താ പറയുക അവതരിക്കുക അല്ലെങ്കിൽ എന്താ പറയുക ഉപസ്ഥിതി ദിക്കായി ദേത്താഹി അവിടെ പ്രസന്റ് ആയിട്ട് നമുക്ക് കാണണം. നമ്മുടെ മുന്നിൽ സന്നിഹിതയായിട്ടുണ്ട് അല്ലെങ്കിൽ സന്നിഹിതനായിട്ടുണ്ടെന്ന് തോന്നുന്ന തരത്തിൽ നമ്മുടെ മുന്നിൽ കാണുന്ന കണ്ണിന്റെ മുന്നിൽ നമ്മൾ കാണുന്ന രീതിയിലാണ് അത് അവതരിപ്പിക്കുന്നത്. അപ്പൊ വ്യക്തിയുടെ സ്വഭാവം, അയാളുടെ രൂപം, അതുപോലെ തന്നെ വ്യക്തിത്വം, ഈ കാര്യങ്ങളാണ് നിലനിൽക്കുന്നത്. रजिया को याद करते हुए लेखक उसके बचपन से लेकर बुढ़ापे तक का ऐसा सजीव चित्रांकन करता है कि रजिया से हमें भी मोहब्बत हो जाती है. രജിയനെ ഓർത്തുകൊണ്ട് നമ്മുടെ ലേഖകൻ രജിയയുടെ കുട്ടിക്കാലം മുതൽ ബച്പൻ സെ ലേക്കർ കുട്ടിക്കാലം മുതൽ ബുഢാപ്പെ തക്ക ഐസ സജീവ് ചിത്ര പ്രായമാവുന്ന ആ അവസ്ഥ വരെയുള്ള കാര്യങ്ങള് വളരെ സജീവമായിട്ട് അവിടെ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് രജിയാസെ ഹമേ ബി മുഹബത്ത് ഹോ ജാതി ഹെ, രജിയോട് നമുക്ക് തന്നെ ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിലാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് രജിയ ചോട്ടി ബച്ചി, വീണ്ടും കിശോരാവസ്ഥ പറഞ്ഞു, വീണ്ടും ജവാനി പറഞ്ഞു, വീണ്ടും ബുഢാപ്പെ. ഈ ഘട്ടങ്ങളിൽ കൂടെയൊക്കെ നമ്മുടെ രജിയെ കടന്നുപോയി. ആ കാര്യങ്ങൾ നമ്മുടെ ലേഖകൻ ഓർമ്മയിൽ വെച്ചുകൊണ്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ലേഖക കാ ബച്പൻ അപ്പനി മൗസി കെ ഘർ ബഡേ ഹി പ്യാർ ദുലാർ മേ ബീത്ത. ഇപ്പൊ ലേഖകന്റെ കുട്ടിക്കാലം അദ്ദേഹം അമ്മായിയുടെ വീട്ടിൽ അല്ലെങ്കിൽ അമ്മായിയുടെ കൂടെ വളരെ സ്നേഹലാളനകൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കുട്ടിക്കാലം കഴിയുപോയത്. അമ്മായിയെ വളർത്താൻ കാരണം അവിടെ ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചുപോയി. അതുകൊണ്ട് അമ്മായിയുടെ സംരക്ഷണത്തിലാണ് ലേഖകൻ വളർന്നത്. വഹാ ഹിന്ദു മുസൽമാൻ ഏക് ദൂസരെ പർ നിർഭർ थे. ഇവിടെ ഹിന്ദു ആണ് മുസൽമാൻ എന്നുള്ള ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ചാണ് അവിടെ ജീവിച്ചിരുന്നത്. മുസൽമാൻ ജ്യാദാതർ കാരിഗർ ഹോത്തേ തേ തോ ഹിന്ദു ഉൻകെ ഗിരിദാർ. കാരിഗർ എന്ന തൊഴിൽ, അതായത് മുസൽമാന്മാരാണ് കൂടുതലായിട്ട് അവിടെ തൊഴിലെടുത്തിരുന്നവര്. ഹിന്ദുക്കളാണെങ്കിലോ അവര് വാങ്ങിക്കുന്നവരായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പൊ ജോലി ചെയ്യുന്നവര്, അതായത് പണിയെടുക്കുന്നവരുടെ തൊഴിൽ ചെയ്യുന്നവര് കൂടുതലും മുസൽമാനായിരുന്നു. ഹിന്ദുക്കളാണെങ്കിൽ ഇത് സാധനങ്ങൾ വാങ്ങുന്ന ഒരു വിഭാഗമായിട്ടാണ് മാറിയത്. അപ്പൊ ഹിന്ദുക്കളും മുസ്ലിംസും എന്നുള്ള വ്യത്യാസം അന്നത്തെ സാഹചര്യത്തിലെ, അതായത് വർഗീയത എന്ന് പറയുന്നത് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. रजिया की माँ उसे साथ लेकर लेखक के घर आया करती थी. अപ്പൊ पहले बचपन के यानी छोटी बच्ची की हालत में ചെറിയ കുട്ടിയായിരുന്ന അവസ്ഥയില് രജിയക്ക് മാ, രജിയയുടെ അമ്മ അവളെ കൂടെ കൊണ്ടുവരുമായിരുന്നു. എവിടേക്ക്? ലേഖയ്ക്ക് ഘർ, ലേഖന്റെ വീട്ടിലേക്ക് പതിവായിട്ട് വന്നിരുന്നു എന്ന് പറയുന്നത്. രജിയക്ക് മാ ചൂടി പഹനാനേക്കാ കാം കർത്തി. രജിയുടെ അമ്മ ചെയ്തിരുന്നത് ഇവിടെ വള ധരിപ്പിക്കുക, വള അണിയിക്കുക, അതായത് വള വിൽക്കുക എന്ന് പറഞ്ഞതിന്റെ ഒപ്പം തന്നെ പണ്ടത്തെ കാലത്ത് അങ്ങനെയാണ് വള വാങ്ങിച്ച് നമ്മുടെ കൈമിട്ട് തരുമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു ജോലിയാണ് രജിയുടെ അമ്മ ചെയ്തുകൊണ്ടിരുന്നത്. ബാക്കി ചോട്ടി സി ബാലിക രജിയ സെ ലേഖയ്ക്ക് മുലാഖാത്ത് പോയി. അപ്പൊ അവിടെ വെച്ച് ഈ ചെറിയ പെൺകുട്ടിയായ രജിയെ നമ്മുടെ ലേഖൻ അവിടെ വെച്ചാണ് ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. उस समय बच्चा था, लेखक भी उस समय बच्चा था. ലേഖകൻ ആ സമയത്ത് ചെറിയ കുട്ടിയായിരുന്നു പറയുന്നത്, छोटा बच्चा था. उस समय लेखक के घर में दोनों की मुलाकात हुई. ലേഖകന്റെ വീട്ടിൽ വെച്ചാണ് രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുന്നത്. ഇപ്പൊ വള വിൽക്കാനായിട്ട് അമ്മ വരുമ്പോൾ അമ്മയുടെ കൂടെ രജി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് കണ്ടുമുട്ടിയിരുന്നത്. ജൈസെ ജൈസെ ഉമർ ബഡ്ത്തി ഗയി വൈസെ വൈസെ ലേഖക രജിയൊക്കെ ശരീരം ബഡ്നെ ലഗെ. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രായം വർദ്ധിച്ചുകൊണ്ടിരുന്നു. വയസ്സ് കൂടുന്നതിനനുസരിച്ച് ലേഖകനും അതുപോലെ രചയിയുടെ ശരീരത്തിലെ സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ട് തുടങ്ങി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. വേ ബാലക് സെ തരുൺ യുവ പ്രൗഢ ഓർ വൃദ്ധ ഹുയെ. അവര് ആദ്യം രണ്ടുപേരും കുട്ടികളായിരുന്നു, വീണ്ടും കൗമാരപ്രായത്തിലേക്ക് എത്തി, വീണ്ടും അത് യുവാവായി, യുവതിയായി, വീണ്ടും നല്ല സ്റ്റാറ്റസും പദവിയുള്ള ആളായിട്ട് ലേഖകൻ മാറുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഇവിടെ ആരായിട്ട് മാറുന്നത്? വൃദ്ധയായിട്ട്, അല്ലെങ്കിൽ എല്ലാവരും വയസ്സായി മാറുന്നു. രണ്ടുകൂട്ടരും പ്രായമാവുന്നു. ഇവയെ ശാരീരിക രൂപസേ ബദലേ കിന്തു മനസ്സിനഹി. രണ്ടുപേർക്കും ശാരീരികമായിട്ടുള്ള രൂപത്തിൽ മാത്രമാണ് മാറ്റം വന്നിട്ടുള്ളത്, അല്ലാതെ അവരുടെ മനസ്സിന് മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. രജിയ വൈസി ഹി ദിൽ ഖിലംദടി ജീവന്തർ ഊർജാസെ ഭർപൂർഹി. രജിയ എങ്ങനെയായിരുന്നു മുമ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ പൊട്ടിച്ചിരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. അതുപോലെ തന്നെ വളരെ ജീവസുറ്റ, വളരെ എനർജിയുള്ള ഒരു വ്യക്തിയായിരുന്നു അവിടെ നമ്മുടെ രജിയ. ലേഖകൻ ജബ് സമ്പാദ വ പ്രസിദ്ധ ഹോക്കർ ഷഹർ ഗയ വഹാ ബി രജിയ സെ ബേൻ ഹുയി. ഇവിടെ ലേഖകൻ
പട്ടണത്തിൽ പോയി പഠിച്ചു വളർന്ന അദ്ദേഹം ആദ്യം ന്യൂസ് പേപ്പറൊക്കെ കുറവായിരുന്നൊരു കാലഘട്ടമാണ്. അന്ന് ന്യൂസ് പേപ്പറിൽ വർക്ക് ചെയ്യുന്നു, എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നീട് അദ്ദേഹം ഒന്നുകൂടി പ്രസിദ്ധനാവുന്നുണ്ട്, വലിയ നേതാവായിട്ട് മാറുന്നുണ്ട്. അങ്ങനെയൊക്കെ പട്ടണത്തിലേക്ക് പോകുന്നു. വഹാംബി रजिया से भेंट हुई. അവിടെ വെച്ചും പട്ടണത്തിൽ വെച്ചും रजियയുമായിട്ട് കണ്ടുമുട്ടുന്നു. जब उसका विवाह हुआ तो वह अपने पति हसन के साथ चूड़ियां पहनाने आने लगी. ഇവരെ റജിയുടെ വിവാഹം കഴിഞ്ഞു. റജിയുടെ ഭർത്താവായ ഹസന്റെ ഒപ്പമാണ് പിന്നീട് വളവിൽക്കാനായിട്ട് വരുന്നത്. ഇവിടെ നമ്മുടെ ലേഖകന്റെ ഭാര്യയുടെ, അതായത് വിവാഹ സമയത്ത് റാണിക്ക് വളയിട്ട് കൊടുത്തത് നമ്മുടെ റജിയായിരുന്നു പറയുന്നത്. വഹ സദൈവ ബേഹദ് ആത്മീയത കെ സാത്ത് ലേഖക് സെ മിൽത്തി. അവളെപ്പോഴും റജി എപ്പോഴും വളരെയധികം ആത്മാർത്ഥതയോടുകൂടി, വളരെയധികം ആത്മീയതയോട് കൂടിയിട്ട്, ഒരു ആത്മബന്ധത്തോടു കൂടിയിട്ടാണ് ലേഖകനെ കണ്ടുമുട്ടിയിരുന്നത്. वृद्धावस्था में लेखक चुनाव पड़ता है और उसे रजिया के गांव जाना पड़ता है. അങ്ങനെ പ്രായമായി നേതാക്കന്മാരാവുന്നതൊക്കെ ഒരു 10-60 വയസ്സൊക്കെ ആയിട്ടാണ് അല്ലേ. നമ്മളെ ഇവിടേക്ക് നോക്കി കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർ നേതാക്കന്മാരൊക്കെ വലിയ വലിയ നേതാക്കന്മാരൊക്കെ കഴിഞ്ഞാൽ ഒരു കാണുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് പ്രായമായിട്ടുണ്ടാവും. അപ്പോൾ വൃദ്ധാവസ്ഥമേ ലേഖക ചുനാവ് ലട്ടാഹി. അങ്ങനെ പ്രായമായ ഈ സമയത്ത് നമ്മുടെ ലേഖകൻ ഇലക്ഷൻ നിൽക്കണം, മത്സരിക്കാണ്. ചുനാവ് ലട്ടാഹി ഇലക്ഷൻ മത്സരിക്കാണ്. ആ റോസയെ റജിയക്ക് ഗാവ് ജാനാ പെടുത്താഹെ. അങ്ങനെ റസിയയുടെ ഗ്രാമത്തിലേക്ക് അദ്ദേഹത്തിന് ഇലക്ഷന്റെ ഭാഗമായിട്ട് അവിടെ പോകേണ്ടതായിട്ട് വരണം. അവിടെ വെച്ച് വരാൻ പോകുന്ന നല്ല കാലം, നമ്മളെ ഇലക്ഷനിൽ അങ്ങനെയാണല്ലോ, ഇനി വരുന്ന കാലം ഒരു ജയിച്ചു കഴിഞ്ഞാൽ സുവർണ കാലഘട്ടമാണ് എന്നൊക്കെ പറഞ്ഞുള്ള സന്ദേശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഗ്രാമത്തിൽ പോയിട്ട് പ്രസംഗിക്കുന്ന സമയത്ത്, അവിടെ പ്രസംഗമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് लेखक को मंच पर से साक्षात रजिया बुलाने आती है, लेकिन वह रजिया की पोती थी. അങ്ങനെ ലേഖകൻ സ്റ്റേജിന്റെ മുന്നിൽ നിന്നിട്ട് സ്റ്റേജിന്റെ മുകളിൽ കയറി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്ന നല്ല കാലഘട്ടത്തെക്കുറിച്ച്, നല്ല കാലങ്ങളെക്കുറിച്ചൊക്കെ ഇദ്ദേഹം ഇങ്ങനെ വാത്തോരാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരിക്കും സാക്ഷാ റജിയ, അത് ശരിക്കും റജിയ വന്ന് വിളിക്കുന്നത് പോലെ, അല്ലെങ്കിൽ റജിയക്ക് കൂട്ടിത്തി. പക്ഷെ അത് റജിയയുടെ മകന്റെ മകളായിരുന്നു, പേരക്കുട്ടിയായിരുന്നു പറയേണ്ടത്. നമ്മൾ പറയുന്നുണ്ട് റജിയയുടെ 3 ആൺമക്കളാണ്. അതിലെ മൂത്ത മോൻ കൽക്കത്തയിൽ വർക്ക് ചെയ്യുന്നു, രണ്ടാമത്തെ മോൻ പാരമ്പര്യ തൊഴിൽ തന്നെ ചെയ്യുന്നു, പരമ്പരാഗതമായിട്ടുള്ള വളവിൽക്കുന്ന തൊഴിൽ ചെയ്യുന്നു. മൂന്നാമത്തെ മകൻ പട്ടണത്തില് പഠിക്കുന്നു എന്നാണ്. അതിൽ മൂത്ത മകൻ കൽക്കത്തയിൽ വർക്ക് ചെയ്യുന്ന മകന്റെ മകളാണ് നമ്മുടെ റജിയെ പോലെ തോന്നുന്ന അതേ രൂപത്തിലുള്ള ആ ചെറിയ പെൺകുട്ടി. അല്ലെങ്കിൽ വഹ റജിയക്ക് പോത്തിത്തി. പക്ഷെ അത് റജിയുടെ പേരക്കുട്ടിയായിരുന്നു പറയുന്നു. രജിയ ബീമാർ ബൂഡി ഘാട്ട് പക്കട് ചുക്കി ഹേ. രജിയക്ക് പുറത്തേക്ക് ഇറങ്ങാനും നടക്കാനൊന്നും വയ്യ. ബീമാർ ബൂട്ടി, അതായത് രോഗിയായിട്ട് മാറി, അതുപോലെ പ്രായമായി. അങ്ങനെ ഘാട്ട് പക്കച്ചു, കട്ടിലിനെ ആശ്രയിച്ച് കഴിയാണ്. ഘാട്ട് എന്ന് പറഞ്ഞാൽ കോട്ടുകട്ടില്. അപ്പൊ കട്ടിലിനെ ആശ്രയിച്ചത് കട്ടിലിന് തന്നെ കിടപ്പായി എന്നാണ് പറയുന്നത്. ഫിർ മുലാഖാത്ത് പോതിഹേ, പക്ഷെ വീണ്ടും കണ്ടുമുട്ടുന്നു. ഇപ്പൊ ഈ കുട്ടി വന്ന് വിളിക്കുമ്പോൾ ലേഖകൻ അവളുടെ വീട്ടിലേക്ക് പോകുന്നു. വലിയ നേതാവായി മാറിയെങ്കിലും റജിയെ കാണാനായിട്ട് ഇയാള് പോകാൻ ചെയ്യുന്നത്. വഹി ആത്മീയത, വഹി നിശ്ചലത. അപ്പൊ ഒരു ആത്മബന്ധം, അതാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ പണ്ടുണ്ടായിരുന്ന ആ ബന്ധത്തിന് വിളച്ചിൽ സംഭവിച്ചില്ല. ഇപ്പോഴും അവർ തമ്മിൽ നല്ല സൗഹാർദ്ദമാണ്, നല്ല ആത്മബന്ധം ഉണ്ടെന്ന് പറയുന്നത്. ലേഖകനെ ബേഹദ് ഭാവ് വിഭോർക്കർ ദേനേവാല ചിത്രഗീതാഹെ. ലേഖകനയുടെ വളരെയധികം ഭാവങ്ങൾ നിറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു ചിത്രമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. രജയെ കുറിച്ചുള്ള ചിത്രം എന്ന് പറയുന്നത് വളരെയധികം ആത്മനിർഭരത കുടികൊള്ളുന്ന, അല്ലെങ്കിൽ വളരെയധികം ആത്മീയത നിറഞ്ഞ ഒരു ചിത്രമാണ് ഇവിടെ രജയെ കുറിച്ച് ലേഖകനോടെ വരച്ചിരിക്കുന്നത്. ഇപ്പൊ രജയുടെ നമ്മുടെ രേഖാചിത്രം ഇവിടെ അവസാനിച്ചു. നമുക്ക് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. രജിയ കോൺ ഹേ ഇത് ചോദിക്കാം. രജിയ നാമക് കൈസ കിസ്, നാമക് രചന അല്ലെങ്കിൽ രചന കിസ്നെ ലിഖിയെ കൈസി രചന ഹേ, ഇത് ആരെഴുതി, അല്ലെങ്കിൽ ഇത് എങ്ങനെയുള്ള രചനയാണ് ചോദിക്കുക. അല്ലെങ്കിൽ കിസ് കിതാക്ക പാഠം, ഏത് തരത്തിലുള്ള പാഠാണെന്നൊക്കെ ചോദിക്കാവുന്നതാണ്. 2 മാർക്ക് ചോദിക്കാം. ഇപ്പൊ രാമവൃക്ഷ വേണിപുരീനെ ലിഖി ഹുയി ഏക്ക് രേഖ ചിത്ര ഹേ രജിയ. അപ്പൊ അങ്ങനെ ചോദ്യങ്ങൾ ചിലപ്പോൾ രജിയ കോൺ ഹേ ചോദിക്കാവുന്നതാണ്. രജിയ ഏക്ക് ചൂടിഹാരിൻ की बेटे रजिया की मां एक चूड़ीहारिन थी, बाद में वह भी एक चूड़ीहारी बन गई. റജിയയുടെ അമ്മ ഒരു വളവിൽപ്പനക്കാരിയായിരുന്നു, പിന്നീട് റജിയ നല്ലൊരു വളവിൽപ്പനക്കാരിയായിട്ടൊന്ന് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ലേഖക സബ്സെ പഹലെ രജിയ സെ കഹാ മിൽത്തെ ഹേ, രജിയനെ എവിടെ വെച്ച് കണ്ടുമുട്ടുന്നു.
लगे के घर में അവിടെ പറയുന്നുണ്ട് അവിടെ लगे के घर में चूड़ियाँ बेचने के लिए रजिया की माँ अक्सर आती थी। उस समय रजिया एक छोटी बच्ची थी। ये माँ के साथ लगे के घर में आई। അമ്മയുടെ കൂടെ ലഗേൻ്റെ വീട്ടിൽ വരണം. ലേഖകന് തോന്നണ രജയ്ക്ക് ഒരു കൈസാഹി വേണമെന്ന് പറയാം. രജയുടെ രൂപം എങ്ങനെയായിരുന്നു നമ്മൾ പറയുന്നുണ്ട്. കാനോമി ബാലിയ ഗോര ചഹര ബർബ കമീസ് ഹൈക്കൽക്കി മാല എന്നൊക്കെ പറഞ്ഞ് കങ്കൺ ചാന്തിക്ക് കങ്കൺ അങ്ങനെ ഒരുപാട് വേഷഭൂഷകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പിന്നെ അവിടെ നമ്മൾ പ്രത്യേകത പറഞ്ഞു ഹിന്ദു और മുസൽമാനും के बीच സാമ്പ്രദായികത नहीं थी. ഒരാൾ മറ്റൊരാളായിട്ട് ഇങ്ങനെ സാമ്പ്രദായികത വർഗീയത എന്ന് പറയുന്നുണ്ടായിരുന്നില്ല. വളരെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെയാണ് അന്ന് കഴിഞ്ഞിരുന്നതെന്ന് പറയുന്നത്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ചോദിക്കാം ലേഖകന് ഉത്സവങ്ങൾ കാണാനായിട്ട് മേളമേ ക്യോം പേച്ചകയാഹി ക്യോം നെഹിം പേച്ചകയാഹി എന്തുകൊണ്ട് അയച്ചിരുന്നില്ല ഇവിടെ പറയുന്നുണ്ട്. മേളമേ ഹമാരെ ലേഖകോ ഈ ചോട്ടെ ബച്ചക്കോ ഖോയാ ഖയാ നഷ്ട हो गया. ഒരു മേളയിൽ വെച്ചിട്ടാണ് നഷ്ടപ്പെട്ടെന്ന് പറയുന്നുണ്ട്. उस समय एक गाँव की एक लड़की ने ये देखा और लेकर बचाया गया എന്ന് പറയുന്നുണ്ട്. ഗ്രാമത്തിലൊരു പെൺകുട്ടി കണ്ടിട്ടാണ് രക്ഷപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ലേഖകൻ എന്ന് പറയുന്നത് വഹാ ഇക്ലൗത്ത പുത്ര था. उस घर का माँ बाप का इकलौता पुत्र. അതേ ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ. ഏകമാത്ര ധരോഹർ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു അവകാശി അദ്ദേഹം എന്ന് പറയുന്നത്. അതുപോലെ പിന്നെയും ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാവുന്നതാണ്. റജിയ ക്യോസി ഗാമേ രഹീദി എന്ന് ചോദിക്കാം. എന്തുകൊണ്ടാണ് റജിയ ഗ്രാമത്തിൽ തന്നെയാണ് താമസിക്കുന്നത്? അതായത് മുസൽമാനും के बीच अपने गाँव में ही शादी करा देता है. അതായത് സ്വന്തം ഗ്രാമത്തിൽ തന്നെയാണ് വിവാഹം കഴിച്ചിരുന്നത്. ഇനി रजिया का पति का नाम क्या है? रजिया का पति का नाम है हसन. പിന്നെ അതുപോലെ തന്നെ പട്ന में लेकर कैसे रजिया से मिला എങ്ങനെയാണ് ലേഖകൻ रजियനെ കണ്ടുമുട്ടിയത്? അവിടെ पत्रकार का काम करता था अल्ले लेखक. और उस समय कुछ प्रशंसक नवयुवक और बुजुर्गों के बीच एक दुकान के सामने खड़ा था. उस समय एक छोटा बच्चा आकर उसको कहा ये औरत तुम्हें बुला रही है. ഒരു സ്ത്രീ നിങ്ങളെ വിളിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ അടുത്ത് വിളിച്ചു കണ്ട് പീപ്പിൾ കി പേട് കെ നീച്ചെ ഉസേ ദേഖാ. ഒരു അരമരത്തിന് ചുവട്ടിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. അത് പിന്നെ അന്തമേ വകയൊക്കെ നേതാ ബൻ ഗയാ. यहाँ लेखक संवादक के वृद्धावस्था में अതായത് പ്രായമായ സമയത്ത് വഹയ്ക്ക് നേതാ ബൻ गया. वह हवा गाड़ी में भाषण देने के लिए वहाँ आया. चुनाव के तौर पर അതായത് ഇലക്ഷൻ്റെ ആ സമയത്ത് ഇവിടെ പ്രസംഗിക്കാനായിട്ട് വരികയാണ് ചെയ്യുന്നത്. उस समय फिर बाद में रजिया से मिलती है. रजिയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.